നമസ്കാരം, സെഡ്കോ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മുണ്ടൂർ കയറംകോട് കണ്ണാടൻചോല അത്താണിപ്പറമ്പ് കുളത്തിങ്കൽ ജോസഫിന്റെ മകൻ അലനാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ വിജയമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരും കടയിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ രാത്രി 8 മണിയോടെ കണ്ണാടൻചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ആനയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM മുണ്ടൂരിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമസ്ത സുപ്രീം കോടതിയിൽ. വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റുന്നതിനാണ് നിയമം കൊണ്ടുവന്നതെന്ന് സമസ്ത ഹർജിയിൽ പറയുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഇഷ്ടാനുസരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലംഘിക്കപ്പെടുമെന്നും നിയമം കോടതി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം തള്ളി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രിയങ്കയും രാഹുലും വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തതിലുള്ള ജാള്യത മറക്കാൻ VD സതീശനും കൂട്ടരും ശ്രമിക്കുകയാണെന്നും ഇതെല്ലാം വിശ്വസിക്കുന്നവരല്ല ക്രൈസ്തവ സഭകളെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വിവാദ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നും സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാധ്യമപ്രവർത്തകരോടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സമീപനത്തിൽ പ്രശ്നത്തിന്റെ കാരണമറിയാതെ പ്രതികരിക്കാനില്ലെന്നും സുരേഷ് ഗോപി ജെന്റിൽമാനാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP മാധ്യമപ്രവർത്തകരെ അടക്കം ബഹുമാനിക്കുന്ന പാർട്ടിയാണെന്നും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ തനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും വിഷയം മനസ്സിലാക്കിയിട്ടില്ലെന്നും ആരാണ് പ്രകോപനം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. മിനിമം മാർക്ക് അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷാ ഫലം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 2241 സ്കൂളിൽ നിന്നുള്ള കണക്കുകളാണ് ഇതുവരെ ലഭ്യമായത്. ഇനിയും സ്കൂളുകളിൽ നിന്ന് കണക്ക് വരാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ലൂസിഫർ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നീ 2 സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കളമശ്ശേരി സ്ഫോടനം സംബന്ധിയായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണത്തിന്റെ പേരിലും കർമ്മ ന്യൂസ് ചാനലിന്റെ MD വിൻസ് മാത്യു അറസ്റ്റിൽ. സൈബർ പോലീസ് വിൻസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും രാവിലെ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് വിൻസിനെ പോലീസ് പിടികൂടിയത്. 3 കേസുകളാണ് സൈബർ പോലീസ് വിൻസിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ASPയുടെ ഒഫീഷ്യൽ മെയിൽ ഐഡിയും സീലും ദുരുപയോഗം ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. എറണാകുളം പെരുമ്പാവൂർ DYSP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർ VS ഷർനാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ASPയുടെ മെയിലിൽ നിന്ന് പശ്ചിമബംഗാളിലെ നരേന്ദ്രപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സ്വകാര്യ ആവശ്യത്തിനായി മെയിൽ അയച്ചെന്ന് കണ്ടെത്തുകയായിരുന്നു. IBയിലെ വനിതാ ഓഫീസറുടെ ആത്മഹത്യയിൽ പോലീസ് പ്രതി ചേർത്ത IB ഓഫീസർ സുഗാന്ത് സുരേഷിനെതിരെ 2 വകുപ്പുകൾ കൂടി ചുമത്തി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. നേരത്തെ ബലാത്സംഗം, വഞ്ചന, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിരുന്നു. അതോടൊപ്പം സുഗാന്തിന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് IB ഉദ്യോഗസ്ഥയായ യുവതി അറിഞ്ഞിരുന്നുവെന്നും ആ പെൺസുഹൃത്തും IB ഉദ്യോഗസ്ഥയെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം.